പ്രിയമുള്ള സുഹൃത്തുക്കളെ, ഞാനിന്ന് നിൽക്കുന്നത് ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ ഒരു സ്ഥലത്താണ്, ഇന്ത്യൻ ഗേറ്റ് വേ. അപ്പോൾ ഒരുപാട് ചരിത്രങ്ങളുള്ളതാണ്. ഈ കാണുന്നതാണ് ഇന്ത്യൻ ഗേറ്റ് വേ. 1911 ജോർജ് അഞ്ചാമൻ രാജാവ് മേരി രാജ്ഞിയും ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ചതാണ്. ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ പ്രതീകമായ ഈ സ്മാരകം പിന്നീട് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഓർമ്മപ്പെടുത്തലായി മാറി. 1948 ഇന്ത്യയിൽ നിന്ന് അവസാനമായി പോയ ബ്രിട്ടീഷ് സൈനികൻ ഈ ഗേറ്റ് വഴിയാണ്. ഇതിൻ്റെ ഒരു മനോഹാരിത എന്ന് പറയുന്നത് അറബിക്കടലിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്നതാണ് കേട്ടോ. മുംബൈയിലെ നഗരത്തിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ്. കടലിൻ്റെയും താജ് ഹോട്ടലിൻ്റെയും മനോഹരമായ കാഴ്ച ആസ്വദിക്കാം. തൊട്ടടുത്ത് തന്നെയാണ് താജ് ഹോട്ടലുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു മനോഹാരിത, അതിൻ്റെ ഒപ്പം നിന്ന് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ തിരക്ക് കൂട്ടുന്ന ആളുകളുണ്ട് ഒരുപാട്. അപ്പോൾ ഈ ഒരു ഇന്ത്യൻ ഗേറ്റ് വേയിൽ ഇപ്പോൾ എന്തൊക്കെ വർക്കുകൾ നടക്കുകയാണ്. സ്കബോൾഡിംഗ് ഒക്കെ ഇട്ടിരിക്കുന്ന വർക്കുകൾ നടക്കുന്നുണ്ട്. ഒരുപാട് ആൾക്കാരാണ് ഈ ഒരു സ്ഥലത്ത് വന്നിരിക്കുന്നത്. പിന്നെ ഒരു കാലത്ത് ഇന്ത്യയിലേക്കുള്ള പ്രധാന കവാടമായിരുന്നു ഇത്. കടൽ മാർഗം വരുന്നവർക്ക് ഈ ഗേറ്റ് വേ ഒരു പ്രധാന ലാൻഡ്മാർക്കായിരുന്നു. ഇത് മുംബൈയുടെ ഐക്കണമായിട്ടാണ് ഇത് നിലനിർത്തിയിരിക്കുന്നത്. ഒരുപാട് ആളുകളാണ് ഇതൊക്കെ കാണാൻ വേണ്ടി വയ്ക്കുന്നത്. തൊട്ടടുത്ത് തന്നെ അറബിക്കടലിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കാം. ഇപ്പം അറബിക്കടലിൻ്റെ തീരത്താണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇന്ത്യയുടെ ഒരു അതിർത്തി എന്ന് നമുക്ക് പറയാം. ഞങ്ങൾ ഇവിടെ വരുമ്പോൾ ഭയങ്കര മഴയായിരുന്നു. ആ മഴയും നല്ല കടലിൽ നല്ല ഓളം എല്ലാം ഉണ്ട്. ഈ കെട്ടിയിട്ടിരിക്കുന്ന വള്ളങ്ങളൊക്കെ കിടന്ന് ഒലയെന്ന് കാണുമ്പോൾ അറിയാം നല്ല ഓളമുള്ള സമയമാണ്. 1911 ബ്രിട്ടീഷ് രാജാവ് ജോർജ് അഞ്ചാമനും രാജ്ഞി മേരിയും ഇന്ത്യ സന്ദർശിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി നിർമ്മിച്ച ഒരു സ്മാരകമാണിത്. കടൽ മാർഗം മുംബൈയിലെത്തുന്നവർക്ക് നഗരത്തിലേക്കുള്ള ഒരു കവാടമായിരുന്നു ഇത്. 1913 മാർച്ചിൽ ബോംബെ ഗവർണർ ഇതിൻ്റെ തറക്കല്ലിട്ടു. 1924 ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ നിർമ്മാണം പൂർത്തിയായത്. 1927 ഡിസംബർ 4 വൈസ്രോയി റൂഫസ് ഐസക്സ് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. ഏകദേശം 21 ലക്ഷം രൂപ മുടക്കിയാണ് ഇത് നിർമ്മിച്ചത്. ഇതിൻ്റെ ഉയരം 26 മീറ്ററാണ്. ഏകദേശം 85 അടി ഉയരം, 49 അടി വ്യാസമുള്ള ഒരു പ്രധാന കമാനവും 4 ചെറു ഗോപുരങ്ങളും ഉണ്ട്. ഹിന്ദു മുസ്ലിം വാസ്തുവിദ്യയുടെ ഘടകങ്ങൾ ഇതിൽ സംയോജിപ്പിച്ചിരിക്കുന്നു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന ഗവർണർമാരെയും മറ്റ് പ്രധാന ഉദ്യോഗസ്ഥരെയും സ്വീകരിക്കാനുള്ള ഒരു പ്രവേശന കവാടമായിരുന്നു ഇത്. 1948 ഫെബ്രുവരി 28 ഇന്ത്യയിൽ നിന്ന് പോയ അവസാന ബ്രിട്ടീഷ് സൈനികർ ഈ കവാടത്തിലൂടെയാണ് കടന്നുപോയത്. ഇത് ബ്രിട്ടീഷ് കോളനി വാഴ്ചയുടെ അന്ത്യം കുറിക്കുന്നതിന് ഒരു പ്രധാന സംഭവമായിരുന്നു. മഹാത്മാഗാന്ധി, സുഭാഷ് ചന്ദ്രബോസ്, ജവഹർലാൽ നെഹ്റു നേതാക്കൾ ഇവിടെ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പല പ്രധാന സംഭവങ്ങൾക്കും ഇത് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഇന്ന് ഗേറ്റ് വേ ഓഫ് ഇന്ത്യ മുംബൈയുടെ ഒരു പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ചരിത്ര പ്രാധാന്യമുള്ള ഒരു സ്മാരകം കൂടിയാണ്. അപ്പോൾ ഞങ്ങളിവിടെ വന്നപ്പോൾ വലിയ കാറും കോളുമായിരുന്നു, നല്ല മഴയായിരുന്നു. അപ്പം ഇപ്പം തന്നെ ഈ ഇവിടെ കിടക്കുന്ന വള്ളങ്ങളെല്ലാം ഈ ഒരു ഓളത്തിൽ ആടി ഒലയുന്ന കാണാം. നമ്മുടെ ഇന്ത്യയുടെ ഒരു അറ്റമാണ് ഈ കാണുന്ന ഗേറ്റ് വേ ഉള്ള സ്ഥലം. ഇന്ത്യൻ പതാക അവിടെ പാറിപ്പറക്കുന്നു. മനോഹരമായ കാഴ്ചകളാണ്. പഴയ കാലത്തെ കൽത്തൂണുകൾ, അതിൻ്റെ ലൈറ്റുകൾ. ഗേറ്റ് വേയുടെ കടലിനോട് ചേർന്നുള്ള ഭാഗമാണിത്. ഇത് കൂറ്റൻ കല്ലുകൾ കെട്ടി ആർച്ച് മാതിരിയൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടവും സജ്ജീകരിച്ചിട്ടുണ്ട്. തറ കല്ലുകൾ പാകിയ തറകളാണ്. കടലിലോട്ട് ഇറങ്ങാനുള്ള പടവുകളുണ്ട്.
ഈ ഒരു ഗേറ്റ് വേ നിർമ്മിച്ചിരിക്കുന്നത് കോൺക്രീറ്റും ബസാൾട്ടും എന്ന് പറയുന്ന മിശ്രിതം കൊണ്ടാണ്. അങ്ങനെ വ്യത്യസ്തമായ രീതിയിൽ അന്നത്തെ കാലത്ത് 21 ലക്ഷം രൂപ ചിലവാക്കിയാണ് ഈ ഗേറ്റ് വേ നിർമ്മിച്ചിരിക്കുന്നത്. അങ്ങ് അകലെയായി പാറിപ്പറക്കുന്ന ഇന്ത്യയുടെ ഫ്ലാഗ് കാണാം. ഗേറ്റ് വേയുടെ ചരിത്രം ആലേഖനം ചെയ്ത ഒരു ഫലകം നമുക്കിവിടെ കാണാം. അതിലെല്ലാ കാര്യങ്ങളും എഴുതിയിട്ടുണ്ട്. അത് നമുക്ക് അവിടെ നിന്ന് വായിച്ച് നോക്കാം. അതീവ സുരക്ഷാ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ് ഇത്. അവിടുത്തെ ഫോട്ടോഗ്രാഫറാണ്. ഫോട്ടോ എടുത്തിട്ട് അന്നേരം തന്നെ ഫോട്ടോ പ്രിൻ്റ് ചെയ്ത് കൊടുക്കുന്ന സിസ്റ്റമാണ്. താജ് ഹോട്ടലിൻ്റെ ഫ്രണ്ട് വ്യൂ ഇതാണ്. ഒരിക്കൽ ഇവിടെയാണ് ഭീകരാക്രമണം നടന്നതും അത് വലിയ വാർത്തയായതുമാണ് ഈ ഒരു താജ് ഹോട്ടൽ. അതിനുശേഷം ഇവിടെ നല്ല സുരക്ഷാ വലയത്തിലാണ് ഈ ഒരു പ്രദേശം മുഴുവൻ. നമ്മുടെ ഇന്ത്യയുടെ ചരിത്രപ്രസിദ്ധമായ ഇന്ത്യൻ ഗേറ്റ് വേയുടെ ഈ ഒരു സൈഡ് മനോഹരമായ കാഴ്ച. കടലൊക്കെ നല്ല ഓളം തള്ളുന്നുണ്ട്. എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളും ഇവിടെയൊക്കെ വന്നൊന്ന് കാണുക.